പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം പറയാം. സെഗ്മെൻറ്റ്സ് ഓഫ് എ സർക്കിൾ. സെഗ്മെൻറ്റ്സ് ഓഫ് എ സർക്കിൾ. ആർക്ക് എ ബി സി ആൻഡ് എ ഡി സി ആർ കോൾഡ് ഓൾട്ടർനേറ്റ് ആർക്സ്. രണ്ട് ആർക്കുകളുണ്ട് ഇവിടെ. എ ബി സിയും എ ഡി സിയും രണ്ട് ആർക്കുകളാണ്. ദ സം ഓഫ് ദ സെൻട്രൽ ആംഗിൾസ് ഓഫ് ആൻ ആർക്ക് ആൻഡ് ഇറ്റ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈസ് 360 ഡിഗ്രി. അപ്പം എ ബി സി എന്ന് പറയുന്ന ആർക്കിൻ്റെയും എ ഡി സി എന്ന് പറയുന്ന ആർക്കിൻ്റെയും കൂടിയുള്ള സെൻട്രൽ ആംഗിൾസിൻ്റെ സം 360 ഡിഗ്രിയാണ്. എപ്പോഴും ഓർത്തോണം, ഒരു സർക്കിളിൻ്റെ സെൻറ്ററിന് ചുറ്റും രണ്ട് ആർക്കുകളുണ്ടെങ്കിൽ ആ രണ്ട് സെൻട്രൽ ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ 360 എന്ന് ടോട്ടൽ 360 ആണല്ലോ. അതുകൊണ്ടാണ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 360 മൈനസ് എക്സ് ആണ്. അത് അറിവിലേക്കായിട്ടിരിക്കട്ടെ. അടുത്തത്, എ കോഡ് സ്പ്ലിറ്റ് ദ സർക്കുലർ റീജിയൻ ഇൻറ്റു 2 പാർട്സ്. അപ്പം ഇതൊരു കോഡാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ എ ബി എന്ന് പേരിട്ടാൽ ഈ എ ബി എന്ന രണ്ട് കോഡായിട്ട് മാറ്റി, രണ്ട് സെഗ്മെൻറ്റായിട്ട് മാറ്റി. സർക്കുലർ പാർട്ട് ഡിവൈഡ് ഇൻറ്റു 2 പാർട്സ്. ദീസ് പാർട്സ് ആർ കാൾഡ് സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ബ്ലൂ ഇട്ട് മാർക്ക് ചെയ്തൊരു സെഗ്മെൻറ്റ്, റെഡ് ഇട്ട് മാർക്ക് ചെയ്യുന്നത് മറ്റൊരു സെഗ്മെൻറ്റ്. ഈച്ച് മേ ബി കാൾഡ് ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ്. ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആണ് ഇത്, ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആണ് ഇത്. രണ്ട് സെഗ്മെൻറ്റായിട്ട് തിരിച്ചു. ഇനി നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ചിട്ട് രണ്ട് ഓൾട്ടർനേറ്റ് സെഗ്മെൻ്റ് ആക്കി. ആംഗിൾസിൻ്റെ സെയിം സെഗ്മെൻറ്റ്സ് ആർ ഈക്വൽ. അപ്പം ഇതൊരു സെഗ്മെൻ്റ് ആണല്ലോ. ഈ സെഗ്മെൻറ്റിനകത്ത് നമ്മൾ എത്ര ആംഗിൾ വരച്ചിട്ട് നമ്മൾ അളന്ന് നോക്കിയാലും പ്രൊട്രാക്ട് വെച്ച് അളന്നാലും ഈ എ ബി സി ഓൾ ആർ ഈക്വൽ. ഒന്ന് 30 ആണ്, മറ്റേത് രണ്ടും 30 ആയിരിക്കും. അതുപോലെ താഴത്തെ സെഗ്മെൻറ്റിനകത്ത് വന്നിരിക്കുന്ന ഈ ആംഗിൾ ഡി ആണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്ന ഒരു ആംഗിളും അതർ സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്ന ഒരു ആംഗിളും കൂടി നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 180 ആയിരിക്കും. എപ്പോഴും 180 ആയിരിക്കും. ബിയും ഡിയും കൂടെ 180 ആണ്, എയും ഡിയും കൂടെ 180 ആണ്, സിയും ഡിയും കൂടി 180 ആണ്. ദ സം ഓഫ് ദി ആംഗിൾസ് ഇൻ ആൻ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് ഈസ് 180. ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ്സിൻ്റെ സമ്മെന്ന് പറയുന്നത്, ആംഗിളിൻ്റെ സമ്മെന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. നമുക്ക് ഒത്തിരി അടുത്ത് പ്രൂവ് ചെയ്യാനുള്ള വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടെക്സുകളും ഒരു സർക്കിളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം ഈ ഇങ്ങനെ വരുന്ന നമ്മുടെ ഒരു ഫിഗറിൽ സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് 180 ആയിരിക്കും. അപ്പോൾ ഇവിടെ എയും സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആണ്, ബിയും ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ആൾ 4 വെർട്ടിസസ് ആർ ഇൻ എ സർക്കിൾ. ഈ 4 വെർട്ടിസസും സർക്കിളിനകത്താണ്. സർക്കിളിനകത്തുമല്ല, സർക്കിളിന് പുറത്തുമല്ല, സർക്കിളിൽ സ്ഥിതി ചെയ്യുന്നു 4 വെർട്ടിസസ്. ഇത്തരത്തിലുള്ള ഒരു ക്വാഡ്രിലാറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾ, സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഇത് നമുക്ക് ഒത്തിരി പ്രൂഫിന് വേണ്ടുന്നതാണ്. ഒത്തിരി ഇടത്ത് നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്വാഡ്രിലാറ്ററിൻ്റെ 4 വെർട്ടിസസും സർക്കിളിലാണെങ്കിൽ, അപ്പോൾ ഒരു സംശയം വരും, സർക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിളിന് എത്തണം, അല്ല, നോട്ട് ഇൻറ്റേർണൽ, നോട്ട് ഔട്ട്സൈഡ്, ഓൺലി ഇൻ ദ സർക്കിൾ. ആ ഇതിനകത്ത് വരും, പരിധിയിൽ തന്നെ വരും, നമ്മൾ ആ വട്ടത്തിൽ തന്നെ വരും, എയും ബിയും സിയും ഡിയും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്നതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ.